ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷ വൈബ്സ്. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നമ്മുടെ വീട്ടുവളപ്പിലുണ്ടായ ചക്ക കൊണ്ടുള്ള ചക്കത്തോരനാണ്. അപ്പോൾ ഇത് എൻ്റെ തറവാടും വീടും വളപ്പും ഒക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. തറവാടിൻ്റെ അകത്തും പുറത്തും എല്ലാം ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, കണ്ടു ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ലോങ് വീഡിയോസിന് വ്യൂസ് വളരെ കുറവാണ്. എല്ലാവരും കാണുക, ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക. ഇപ്പോൾ നാട്ടിലുള്ള കുറേ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കാണുക. ലോങ് വീഡിയോസിന് വ്യൂസ് വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും കണ്ടുവന്ന് തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കാണാം. അങ്ങനെ ചക്ക പറിച്ചു കൊണ്ടുവന്ന പാടെന്നെ എല്ലാം കട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. നടുക്കൂടെ ഇങ്ങനെ കട്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് എളുപ്പം. എനിക്കങ്ങനെ ഇത് കട്ട് ചെയ്യാനൊന്നും അത്ര അറിയില്ല. കട്ട് ചെയ്തെന്നാൽ നമ്മൾ മുറിച്ചിടും, അത്രയേ എനിക്ക് അറിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതുപോലെയൊക്കെ നല്ല വൃത്തിക്ക് ഇങ്ങനെ കട്ട് ചെയ്യുക. കണ്ടില്ലേ? ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമായില്ലേ. അപ്പോൾ മേൽഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം. എന്നതിന് ശേഷം ഇതിൽ നിന്ന് ഓരോ ചുളയും കുരുവും എടുത്തിട്ടൊക്കെ വൃത്തിയാക്കിയിട്ട് നമുക്ക് ഓരോന്നായിട്ട് എടുത്തിടണം. കണ്ടോ? ഇതേപോലെ ആക്കിയിട്ട് പിന്നെ ചുള തനിയെ കുരു തനിയെ അങ്ങനെയൊക്കെ ചെയ്യാം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ശേഷം ഇങ്ങനെ ഓരോ ചുളയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി കുരുവും കൂടി ഇതിലോട്ടേക്ക് നമുക്ക് തൊലി കളഞ്ഞിട്ട് ഇതിലോട്ടേക്ക് ചേർക്കാം. അങ്ങനെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുരു ഞാൻ അടിയിലും പിന്നെ മേലെ ചുളയും അങ്ങനെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അമ്മയാണ് ഇതുണ്ടാക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ കല്ലുപ്പ് ഇട്ട് കൊടുത്തു, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അമ്മമാർക്കാണല്ലോ ചക്കയുടെ ഒക്കെ എന്താ പറയാ, ചക്കയുടെ ഒക്കെ കണക്കറിയുന്നത്. അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഇട്ടാൽ മതി, അധികം ഒന്നും വേണ്ട. പിന്നെ വേണമെങ്കിൽ നമുക്ക് വെളുത്തുള്ളിയും വറ്റൽമുളകൊക്കെ നമ്മൾ വറുത്തിടുമല്ലോ, അന്നേരം ഇച്ചിരി ഇട്ട് കൊടുത്താലും മതി. പിന്നെ വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് അടുപ്പിൽ വെച്ച് ചെയ്യാം. വിറകൊക്കെ നല്ല കത്തി വരുന്നുണ്ട് അടുപ്പില്. അങ്ങനെ ചക്ക തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പിലോട്ടേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇളക്കിയൊക്കെ കൊടുക്കണം. അടുപ്പ് നല്ല ചൂടാണ്. പിന്നെ അടിയൊക്കെ അങ്ങ് കരിഞ്ഞു പോയാൽ പിന്നെ ചക്കയൊന്നും കഴിക്കാനുണ്ടാവില്ല. കരിഞ്ഞത് വേണം കഴിക്കാൻ. പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം.
അങ്ങനെ വീണ്ടും കുറച്ചുകൂടെ അടച്ചു വെച്ച് വേവിക്കാം. ഇനി കുറച്ചുകൂടെ വേവാനുണ്ട്. അപ്പോഴത്തേക്ക് അതിനുള്ള തേങ്ങയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കണം. പിന്നെ വാർത്തിടാൻ വേണ്ടി വെളുത്തുള്ളി, വറ്റൽമുളക്, കരിവേപ്പില അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇനി നമുക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിനുള്ള തേങ്ങയൊക്കെ നമ്മൾ തോരന് ഇടുന്നത് പോലെ തന്നെ ഇട്ട് കൊടുക്കുവാണ്. നമ്മൾ ചതച്ചിട്ടൊന്നല്ല ഇടുന്നേ. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ തോരന് ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കാറ്, ചതക്കാറില്ല. ഇപ്പൊ തേങ്ങ അത്യാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നമുക്ക് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അമ്മ. അങ്ങനെ തേങ്ങ നല്ലപോലെ ചൂടായിട്ടുണ്ട്. എല്ലാം ഇളക്കി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടി തേങ്ങയൊക്കെ ഒന്ന് ചൂടാവണമല്ലോ. അതിനുശേഷം അടുപ്പിൽ നിന്ന് നമ്മൾ വാങ്ങി. ഇനി ഇത് വറുത്തിടാൻ വേണ്ടിയിട്ട് കടുക്, പിന്നെ വറ്റൽമുളക്, വെളുത്തുള്ളി ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അത് നമുക്ക് വറുത്തിടാൻ വേണ്ടി ഇടാം. വെളുത്തുള്ളി ഒരു 10-12 അല്ലി വെളുത്തുള്ളി തന്നെ ആയിക്കോട്ടെ, ചക്ക കുറച്ചുണ്ടല്ലോ. പിന്നെ കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും വെളിച്ചെണ്ണയിൽ വറുത്ത് അങ്ങ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓരോ ഭാഗം മിസ്സായി പോയിട്ടുണ്ടാവും, ക്ഷമിക്കുക. പിന്നെ നാട്ടിലമ്മ വിചാരിച്ച പോലെ അങ്ങ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ട്രൈപോഡും കാര്യങ്ങളൊന്നും ഞാൻ കൊണ്ടുപോയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ചക്ക റെഡിയായി. സിമ്പിളായിട്ടുള്ള ചക്കത്തോരനാണ്. അങ്ങനെ ചക്കത്തോരന് ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും നാട്ടിലും ഇങ്ങനെയൊക്കെയാണോ ഉണ്ടാക്കുന്നത്? ഓരോ നാടുകളിലും ഓരോ രീതിയിലും ഓരോ സ്റ്റൈലിലും ഒക്കെ അല്ലേ, ഓരോ ടേസ്റ്റും കൂടിയല്ലേ. അപ്പോൾ ഇതുപോലെയും ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവരും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് കാണാൻ ശ്രമിക്കുക.